ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 8 ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. അതായത് ഗ്രൗണ്ടിൽ നമ്മൾക്ക് എങ്ങനെ 8 എടുത്ത് പഠിക്കാമെന്നുള്ളതാണ്. കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് 8 എടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളൊക്കെ ലേണേഴ്സ് ലൈസൻസ് ഒക്കെ കിട്ടി ഒരു മാസത്തിന് ശേഷമായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 2 വീലറിൻ്റെയാണ്. 8 എടുക്കാൻ മെയിനായിട്ട് ബാലൻസ് ആവണം. നമ്മളിപ്പോൾ സ്കൂട്ടിയിൽ ഓൾറെഡി നിങ്ങൾക്കൊക്കെ ബാലൻസ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ ഗിയർ വണ്ടിയിലാണ് 8 എടുക്കുന്നത്. കാരണം ഗിയർ വണ്ടിയിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇത് ഒടിഞ്ഞ് കിട്ടുള്ളൂ. നന്നായിട്ട് ഒടിച്ച് വളച്ചെടുക്കാനുള്ളതാണ് 8. അപ്പോൾ സ്കൂട്ടിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സ്കൂട്ടിയിൽ എടുക്കാനും ബുദ്ധിമുട്ടാണ്. ഗിയറുള്ള വണ്ടിയാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ ഒന്നും കൊടുക്കാതെ തന്നെ അത് മൂവ് ആവുമല്ലോ. ആ മൂവ് ആവുമ്പോൾ നമുക്ക് ഒടിക്കുന്നതിൻ്റെ ആ ഒരു ശ്രദ്ധ മാത്രം കൊടുത്താൽ മതി. ആക്സിലേറ്ററിൽ നമ്മൾ കൈവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്കൂട്ടി ആകുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ മാത്രമേ മൂവ് ചെയ്യുന്നു, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഗിയർ വണ്ടിയിലാണ് നമ്മൾ 8 എടുക്കുന്നത്. വിത്തൗട്ട് ഗിയർ ലൈസൻസ് ആണെങ്കിലും ഗിയർ വണ്ടി മാത്രമാണ് ഇപ്പോൾ നമ്മൾക്ക് 8 എടുക്കാൻ ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുന്നത്. പിന്നെ ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസുകളും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 8നെ പറ്റിയിട്ടുള്ളൊരു തിയറി. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൗണ്ട് പ്രാക്ടീസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാമെന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ 8ൻ്റെ റൂട്ടുകളെ പറ്റിയിട്ട് കൃത്യമായിട്ട് വിവരിച്ച് പറയുന്നുണ്ട്. ഏതിൽ കൂടെയാണ്, ഏത് കമ്പികൾക്കിടയിലൂടെയാണ് പോവേണ്ടത്, എങ്ങോട്ടാണ് പോവേണ്ടത് എന്നുള്ളതൊക്കെ. അത് കണ്ട ശേഷം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. നമ്മളിപ്പോൾ സ്കൂട്ടിയിൽ പ്രാക്ടീസൊക്കെ ചെയ്ത് നമ്മൾ ഈ ബൈക്ക് നമുക്ക് കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റുമോ, ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സ്കൂട്ടി പോലെ തന്നെയാണ്. സ്കൂട്ടിയിലെ ബാലൻസ് മാത്രം മതി ഗിയർ വണ്ടികളും നമുക്ക് 8 എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ 8 എടുക്കാൻ പറ്റും. അപ്പോൾ സ്കൂട്ടി പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് സ്കൂട്ടിയൊക്കെ ലെവലായി നന്നായിട്ട് ഇപ്പോൾ ഒരു മാസം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ലേണേഴ്സ് ലൈസൻസ് കിട്ടിയ ഒരു മാസത്തിന് ശേഷം മാത്രമേ നമുക്ക് 8 എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് ബാലൻസ് ആയാൽ മതി. ചിലർക്ക് പെട്ടെന്ന് തന്നെ 8ൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടും. ആ ഒരു വ്യക്തമായ വഴി നിങ്ങൾ മനസ്സിലാക്കി വെക്കണമെന്ന് മാത്രം. അപ്പോൾ ഗിയർ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സ്പ്ലെൻഡറാണ്. ഇതിൽ ചിലത് ഇപ്പോഴത്തെ ന്യൂ മോഡൽസിനൊക്കെ സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്. അല്ല എങ്കിൽ നമ്മൾ കിക്കർ അടിച്ച് ക്ലച്ച് പിടിച്ച് പിന്നെ ഫസ്റ്റ് ന്യൂട്രൽ ഇട്ട ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് കിക്കർ അടിച്ച ശേഷം വീണ്ടും ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് പോക്കാൻ പറ്റും. വണ്ടിയെ മൂവ് ചെയ്യിക്കാൻ പറ്റും. വണ്ടി തനിയെ മൂവ് ചെയ്തോളും. ഫസ്റ്റ് ഗിയറിൽ നിന്ന് നമ്മൾ ആക്സിലേറ്റർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടി തനിയെ മൂവായിട്ട് പോയിക്കോളും. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സംശയം. ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണോ എന്നൊക്കെയുള്ള സംശയം എനിക്കും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളാരും വിഷമിക്കേണ്ട, ഗിയറിൽ തന്നെ വണ്ടി പോയിക്കോളും. അപ്പം നമ്മൾ ആ ആക്സിലേറ്ററിൻ്റെ ഒരു കാര്യം ചിന്തിക്കുക വേണ്ടല്ലോ. ഇനി നമുക്ക് 8 എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. 8 എടുക്കാൻ പോകുമ്പോഴും 8 എടുക്കുമ്പോഴും 8ൻ്റെ ടെസ്റ്റിന് പോകുമ്പോഴും ഒക്കെ നമ്മുടെ നോട്ടം ശരിയായിരിക്കണം. നോട്ടം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്പിയിലൂടെ കയറി അതിൻ്റെ എല്ലാ കമ്പികളുടെയും സെൻറ്റർ ഭാഗത്തോട്ട് കയറണം. എന്നിട്ട് അടുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. പിന്നെ വിട്ട് സെൻറ്ററിലേക്ക് വന്നിട്ട് എടുക്കേണ്ടതായിട്ടും ഉണ്ട്. അപ്പോൾ മിസ്റ്റേക്സും ഞാനിതിൽ പറയട്ടെ, ഏതൊക്കെ മിസ്റ്റേക്സാണ് നിങ്ങൾക്ക് വരിക എന്നുള്ളത്. അപ്പോൾ നോട്ടം ശരിയായിരിക്കണം. നോട്ടം നമ്മളിപ്പോൾ നമ്മുടെ വഴി നമ്മൾ ഒരു വഴിയിലേക്ക് ഒരു കമ്പിയിലേക്ക് കയറിയാൽ, കമ്പിയുടെ സെൻറ്ററിലേക്ക് കയറിയാൽ പിന്നെ അടുത്തതിലേക്ക് ആ പോകേണ്ട വഴി മാത്രമേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ. ചുറ്റും കുറേ ഓഡിയൻസ് ഉണ്ടാവുമായിരിക്കും, കുറേ ആൾക്കാരുണ്ടായിരിക്കും, പലരും കമൻസും പറയും. അതൊന്നും നിങ്ങൾ ചെവി കൊള്ളരുത്. നിങ്ങളുടെ നോട്ടവും നിങ്ങളുടെ ശ്രദ്ധയും, അതാണ് മൈൻഡ് എപ്പോഴും ഫ്രീ ആയിരിക്കണം. ടെൻഷനോട് കൂടി ഒരു പ്രാവശ്യം നിങ്ങൾ കയറിയാൽ വീഴാൻ വരെ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ മൈൻഡ് ഓക്കെ ആയിട്ട് മാത്രമേ 8 എടുക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ.
എട്ട് നന്നായിട്ട് ഒരു 10 പ്രാവശ്യം ഗ്രൗണ്ടിൽ എട്ടെടുക്കുമ്പോൾ ഒരു 8 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് എട്ട് കാല് കുത്താതെ റെഡിയായി എന്നുള്ള ആ ഒരു ലെവലിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾ ലൈസൻസിന് വേണ്ടിയിട്ട് മറ്റേ RTO ടെസ്റ്റിന് പോകാനും പാടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾക്ക് എന്ത് വേണം, നോട്ടം ശരിയായിരിക്കണം. എവിടേക്കാണോ നമ്മൾ ആ റൂട്ടിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലായിരിക്കും. പിന്നെ ബാലൻസ് ഉണ്ടായിരിക്കണം, നന്നായിട്ട് ബാലൻസായി. സ്കൂട്ടിയിൽ ബാലൻസ് ആയിട്ട് മാത്രമേ നിങ്ങൾ എട്ടെടുക്കാൻ വേണ്ടി കയറാൻ പറ്റൂ. അപ്പോൾ സ്കൂട്ടിയിൽ ബാലൻസ് ആയിട്ട് ഈ ഗിയർ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നേരെ പോകാനും തിരിച്ച് റൗണ്ട് ചുറ്റാനൊക്കെ കഴിയുന്നുണ്ടാവും. പക്ഷേങ്കിൽ വളക്കാൻ നന്നായിട്ട് ബാലൻസ് ആയാൽ മാത്രമേ നിങ്ങൾ ശ്രമിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മുടെ ഹാൻഡിൽ നന്നായിട്ട് പരമാവധി വളച്ചൊടിക്കുക. നിങ്ങൾക്കിപ്പോൾ വീട്ടിനടുത്ത് ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ, വണ്ടികളും ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതിങ്ങനെ റൗണ്ട് അടിച്ച് പഠിക്കുക. അല്ലെ സ്കൂട്ടിയിൽ തന്നെ ആദ്യമേ നമ്മൾ റൗണ്ട് അടിച്ച് പഠിക്കുന്നുണ്ടല്ലോ വട്ടത്തിൽ, വലത്തോട്ട് ഇടത്തോട്ട്. അപ്പോൾ നമുക്ക് എട്ടെടുക്കുന്ന വഴി നോക്കാം. കയറുന്നതും ഇറങ്ങുന്നതും വ്യത്യസ്ത വഴികളിലൂടെയാണ്. പിന്നെ 8 കമ്പുകളാണ് ഉണ്ടാവുക. കയറുന്നത് നമുക്ക് ഏത് വഴിയിലൂടെയാണെന്ന് നോക്കാം. ഇവിടെ 2 കമ്പുകൾ കാണുന്നുണ്ടല്ലോ. ഈ ഒന്ന് എന്നുള്ളതിലൂടെ കയറി, ഇതിൻ്റെ ആ 2 കമ്പികളുടെ ഇടയിലൂടെ കയറി 2ൻ്റെ ആ ഒരു സെൻറ്ററിലേക്ക് പോയി അവിടുന്ന് റൈറ്റ് ടേൺ എടുത്ത ശേഷം ഈ 3, 4, 5 കമ്പികളിലേക്കാണ് ഇനി പോകേണ്ടത്. അവിടെ നിന്ന് 2ൽ നിന്ന് റൈറ്റ് ടേൺ എടുത്ത് 3, 4, 5, ഈ 3, 4, 5ലാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പിഴവ് പറ്റുന്നത്. ഇതിൽ പിഴവ് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മുന്നോട്ടേക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല. ഇവിടെ 3, 4, 5ൽ നിങ്ങൾ ഒട്ടും ഇങ്ങനെ ഷേപ്പിൽ 3ൽ നിന്ന് 4ലേക്ക് പോയി 5ലേക്ക് ഇങ്ങനെ വരണം. അതും 2ൽ നിന്ന് 3ലേക്ക് പോകുമ്പോൾ ഈ 3ൻ്റെ ആ കമ്പിയുടെ അരിക് ചേർന്ന് പിടിച്ച് 4ൻ്റെ അരിക് ചേർന്ന് പിടിച്ച് 5ലേക്ക് ഇങ്ങനെ, അതൊരേ ഒരു വളവാണ്. ഹാൻഡിൽ നന്നായിട്ട് ഒടിച്ച് 3, 4, 5 ഇങ്ങനെ ഒരു വരുത്ത് വരികയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു വളവ് കൃത്യമായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് കമ്പിയൊന്നും തട്ടാതെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. 2ൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് 3ൻ്റെ സെൻറ്റർ പിടിക്കരുത്. 3ൻ്റെ ആ ഒരു കമ്പിയുടെ ഒരു കുറച്ച് അകലം വെച്ചിട്ട് അവിടെ നിന്നൊരു ടേൺ എടുത്തിട്ട് പിന്നെ ആ ടേണ് ഇങ്ങോട്ട് 5ലേക്ക് ഒരേ വളച്ച് വന്നിട്ട് പിന്നീടാണ് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത്. ഇവിടെ നിന്നാണ് പലർക്കും മിസ്റ്റേക്ക് പറ്റുന്നത്. ഇവിടെ ആ ഒരു ടേൺ, ഈ ഒരു വളവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഷേപ്പിൽ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ മൊത്തത്തിൽ പണി പാളും. അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു ടേൺ കൃത്യമായിട്ട് എടുക്കാൻ. ഈ ഒരു ടേൺ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ റൗണ്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബൈക്കിൻ്റെ അടുത്ത് എത്തിയല്ലോ. ബൈക്കിൻ്റെ അടുത്ത് നിന്ന് പിന്നെ ഇങ്ങോട്ടുള്ള കമ്പിയിൽ നിങ്ങൾ സെൻറ്റർ പിടിച്ച് പിന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ വന്ന് ഇനി പിന്നെ ഇവിടെ കാണുന്ന ഈ 6ലേക്ക്, ആ ബൈക്ക് ഇപ്പോൾ അവിടെ എത്തിയല്ലോ, ബൈക്ക് അവിടെ നിന്ന് പിന്നെ 6ലേക്ക് വന്ന് പിന്നെ ഇപ്പുറത്തുള്ള 2 കമ്പികൾക്കിടയിലൂടെ പുറത്തേക്ക് പോകുകയാണ് ചെയ്യുന്നത്. ആറിൽ വന്ന് പിന്നെ നമ്മളിവിടെ കാണുന്ന 2 കമ്പി ഉണ്ടല്ലോ, 7, അതിലേ അങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ എട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു നോട്ടവും പിന്നെ നിങ്ങളുടെ നല്ല ബാലൻസും പിന്നെ റൂട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 8 ഈസിയാണ്. പിന്നെ റൂട്ടിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൂടി നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി അങ്ങനെ പോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സെൻട്രൽ കൂടിയാണ് പോയെന്ന് വിചാരിക്കുക. ആ ഷേപ്പിൽ അങ്ങ് അരികു എടുത്തിട്ടല്ല പോയതെങ്കിൽ ഇങ്ങനെ തിരിച്ച് വന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിങ്ങൾ പറ്റില്ല. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. നേരെ കയറി സെൻറ്റർ പിടിച്ച് ഇവിടെ നിന്ന് ഷേപ്പിൽ ആ 3 കമ്പികൾ ഒരേ രീതിയിൽ വട്ടത്തിൽ കറക്കിയെടുത്ത് പിന്നീട് അവിടെ നിന്ന് ഈ ഒരു സെൻറ്റർ പിടിച്ച് ഇതിൻ്റെയും സെൻറ്റർ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാണ് വേണ്ടത്. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ വരുന്നത് ഇവിടുന്ന് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ 3 കമ്പികൾ അവിടെ ആ ഒരു ഷേപ്പിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ വേറെ എങ്ങോട്ടെങ്കിലും ആയിരിക്കും വണ്ടി പോവുക. അപ്പോൾ റൂട്ട് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ ടിപ്സ് ആൻഡ് ട്രിക്സും പിന്നെ നോട്ടങ്ങളും ഒക്കെ മനസ്സിലാക്കി വെക്കുക. റൂട്ടും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എട്ടെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ കാണിച്ച ഈ ഒരു 8 പ്രാക്ടീസിൻ്റെ കുറച്ച് വഴികൾ
ഇങ്ങനെ ഡ്രോ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ കിട്ടും. അതിനുശേഷം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അതിൽ ഞാൻ 8ൻ്റെ ഏതൊക്കെ വഴികളാണ്, ഏതിലൊക്കെയാണ് കയറേണ്ടത് എന്നുള്ളത് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.